അപ്പോൾ എല്ലാരും ആട് 3 ട്രെയിലർ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ചിലർക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് ആട് 2 ട്രെയിലറിന്റെ അത്രയും വന്നിട്ടില്ല എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആ ട്രെയിലർ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. ട്രെയിലർ തുടങ്ങുന്നത് തന്നെ പാസ്റ്റിൽ നിന്നാണ്. കേരളത്തിൽ പ്രസന്റ് കഥ നടക്കുന്ന അതേ സ്ഥലത്ത് പണ്ട് രാജഭരണ കാലത്ത് നമ്മുടെ ഷാജി പാപ്പനായിരുന്നു രാജാവ്. ആൻഡ് ഡ്യൂഡ് ഷാജി പാപ്പൻ രാജാവിന്റെ ശത്രു രാജ്യത്തിലെ രാജാവാകാനാണ് സാധ്യത. ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിൽ നീലക്കൊടുവേലിയും കമ്മട്ടവുമായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അതൊരു നിധിയാണ്. ആകാശത്തിനും അപ്പുറം ഏതോ ഒരു ലോകത്തു നിന്നും അത് വന്നിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. പാസിൽ പാപ്പൻ രാജാവ് അതൊരു പാലത്തിന്റെ അടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. അത് അന്വേഷിച്ച് പല കാലങ്ങളിലും പല ആളുകളും വരുമെന്നും മൂവിയിൽ പറയുന്നുണ്ട്. എന്തായാലും സാധനം പാലത്തിന്റെ അടിയിലുണ്ടെന്ന് പ്രസന്റിൽ എല്ലാവരും അറിയുന്നുണ്ട്. ഇത് കൈക്കലാക്കാൻ കാട്ടിക്കൂട്ടുന്ന പരിപാടികളാണ് മൂവിയുടെ മെയിൻ ഐറ്റം. ഇതിൽ കൈക്കലാക്കാൻ പാസ്റ്റിൽ വന്ന വെള്ളക്കാരും പ്രസന്റിലും എത്തുന്നുണ്ട്. സോ അവരായിരിക്കണം അൾട്ടിമേറ്റ് വില്ലൻ. അതങ്ങനെയല്ലേ വരൂ. എല്ലാവരും കൂടി പാലം പൊട്ടിക്കുമെങ്കിലും അവസാനം അത് ഷാജി പാപ്പന്റെ കയ്യിൽ തന്നെ എത്തും. അതാണല്ലോ അതിന്റെ ഒരിത്. ഏത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം മൂവി 2 പാർട്സ് ആണ് എന്നുള്ളതാണ്. അതൊരു ബ്രാൻഡ് ന്യൂ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ആട് 3 വൺ ലാസ്റ്റ് റൈഡിന്റെ ഫസ്റ്റ് പാർട്ടാണ് മാർച്ച് 19 തിയേറ്ററിലെത്തുന്നത്. ആട് 1ഉം 2ഉം വെച്ച് നോക്കിയാൽ മൂവിയുടെ വേൾഡ് ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്. 70 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയതിന്റെ ഗുണം തിയേറ്ററിൽ കിട്ടുമെന്ന് ട്രെയിലർ കണ്ടാൽ തന്നെ ഉറപ്പാവുന്നുണ്ട്. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ഈ ട്രെയിലറിൽ കണ്ടുപിടിച്ചതെന്നും ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നും താഴെ കമന്റ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ദിസ് ഇസ് ചന്ദ്ര. ബൈ.